നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാനിങ്ങനെ കുറെ ഓടിച്ചതാ. കല്യാണം കഴിയുമ്പോ ഇവളെ ഞാൻ ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ കടല. മെല്ലെ മെല്ലെ മെല്ലെ. ബാബു, ജാനകിയും കൂട്ടി വീട്ടിലേക്ക് വെക്കും. കുതിരപ്പുറത്ത് കൊണ്ടായാലോ? കുതിര എന്റെ ഭാര്യയുണ്ട്, അവരെല്ലാവരെയും കൂട്ടി നീ വീട്ടിലേക്ക് വെക്കും. കാർ തന്നെ വെക്കും. അപ്പൊ ഈ കപ്പലണ്ടി അവിടെ വെക്കും. ഇത് പിടിച്ചേ ഇതാ കഴിച്ചോ. കളഞ്ഞിട്ട് പോ ബാബു. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ടാ. അത് ശരിയാ, എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നല്ലേ? അല്ല, ഒന്ന് പോ ബാബു. പോയി. ചെല്ല്. തെനാലി, തെനാലി, തെനാലി. ഡോക്ടർ, നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങടാ, ഇറങ്ങാൻ. എന്റെ ഭാര്യയുടെ അടുത്ത് അതുവഴി ഇറങ്ങാൻ പെട്ടെന്നോടെ. ഇവൻ എന്തൊക്കെയാ കാണിക്കുന്നേ? സോറി. കല്യാണം കഴിയട്ടെ, ഞാനും ഇറങ്ങുന്നത് പോലെ ഒരു ദിവസം. തല്ലി ഒടുക്കി ഞാൻ. നീ ഇവിടെ നിൽക്ക്, എനിക്ക് നിന്റെ ഒപ്പം കുറച്ച് ജോലിയുണ്ട്. നിങ്ങൾ വെക്കോ. ചേട്ടാ, ചേട്ടൻ എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ പോയി സംസാരിച്ചാ പോരെ പ്ലീസ്? എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. എല്ലാം നിന്നെ കുറിച്ചാ. പോ ബാബു. നീ എന്റെ സിസ്റ്ററിനോട് എത്ര ഡീപ്പായിട്ടാ പെരുമാറുന്നു. ഇതെന്താ ഫ്രണ്ട്ഷിപ്പാ? ഞാൻ സൂക്ഷിച്ചോടിച്ചോളാം. എന്നിട്ട് വേണം നിന്റെ ചേട്ടൻ എന്നെ വഴക്ക് പറയാൻ. ഓടുന്ന വണ്ടി ചാടുകയാണ്. ഞാൻ വണ്ടി നിർത്തി. ഇതൊന്ന് പിടിച്ചു. എന്റെ കല്യാണ സൗഗന്ധികൾ. ഇല്ല ചേട്ടത്തി, ഒന്നും സംഭവിച്ചില്ല. ഈ തള്ളു ഡോക്ടർ അടുത്ത് ദയവ് ഇത് തള്ളരുതേ. പിന്നെ അവളെ എനിക്ക് കെട്ടിച്ചു തരത്തില്ല. എങ്ങനെ പറയാണ്ടിരിക്കും? വണ്ടിയും പോയി, ജാനകിയും പോയി. ഇത് ക്വാളിസാ ചേട്ടത്തി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ. ഒന്നും വണ്ടിക്ക് മാത്രം ക്വാളിറ്റി ഉണ്ടായ പോരാ, ഓടിക്കുന്ന ആൾക്കും ക്വാളിറ്റി വേണം.